കാനഡയിലുണ്ടായിട്ട് ജോലി തപ്പി തപ്പി മടുത്ത് ഗിവ് അപ്പ് ചെയ്തിരിക്കുന്നവരാണോ നിങ്ങൾ? ഗിവ് അപ്പ് ചെയ്യാൻ വരട്ടെ കേട്ടോ. ഇതോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. സ്പെസിഫിക്കലി നിങ്ങളിപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. നമുക്കിവിടെ ഒണ്ടാരിയോ ഗവൺമെന്റ് എടുക്കാം. ഒണ്ടാരിയോ പബ്ലിക് സർവീസിന്റെ കരിയർ പോർട്ടലിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് പോസ്റ്റിംഗ് കണ്ടുപിടിച്ചിട്ട് അത് ഏത് ഡിവിഷനാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. എക്സാമ്പിൾ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നേരെ ഒണ്ടാരിയോ ഗവൺമെന്റ് സ്റ്റാഫ് ഡയറക്ടറിയിലോട്ട് പോവുക. നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഒണ്ടാരിയോ ഗവൺമെന്റ് സ്റ്റാഫ് ഡയറക്ടറി. അതുപോലെ തന്നെ ഏത് പ്രൊവിൻസ് ആയിക്കോട്ടെ, ഏത് ഡിസ്ട്രിക്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഗവൺമെന്റ് ജോലിയാണ് നോക്കുന്നതെങ്കിൽ മിക്ക ഗവൺമെന്റ് ഏജൻസികൾക്കും അവരുടെ എംപ്ലോയി ഡയറക്ടറി കാണും. ഓൺലൈനിൽ അവരുടെ കരിയർ പോർട്ടലിൽ അപ്ലൈ ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഗവൺമെന്റ് ഡയറക്ടറിയിൽ പോയി ഏത് ഡിവിഷനിലെ മാനേജറാണോ ആ മാനേജറെയോ ഡയറക്ടറുടെയോ പേര് ടൈപ്പ് ചെയ്ത് അവർക്കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇന്ന ജോലിയിൽ താല്പര്യമുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ കവർ ലെറ്റർ ആൻഡ് റെസ്യൂമെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് മോർ അബൌട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ അയക്കുക. ഗവൺമെന്റിൽ ഹയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, 200, 300, 400 ആപ്ലിക്കേഷൻ ഒരു വേക്കൻസിക്ക് വേണ്ടി നമുക്ക് വരാറുണ്ട്. നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ഹയറിംഗ് മാനേജർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷന് വേണ്ടി അവർ പ്രത്യേകം ഒരു കണ്ണ് വെക്കും. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻ്റെ ഇടയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മുങ്ങിപ്പോവാതിരിക്കാൻ അത് സഹായകമാവും. അപ്പോൾ ജോലി കിട്ടിയാൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ. ഫോളോ ഫോർ മോർ. ബൈ.